guys, welcome back to my channel. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ CG വീഡിയോസ് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുള്ളത് നമ്മുടെ ചുരുണ്ട മുടി ഡ്രൈ ആണ്. അത് കാരണം ഒരുപാട് മോയ്സ്ചറിന്റെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ ചുരുണ്ട മുടിക്ക് മോയ്സ്ചർ മാത്രമല്ല വേറൊരു കാര്യം കൂടി ആവശ്യമുണ്ട്. അതെന്താ? പ്രോട്ടീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ മോയ്സ്ചറും പ്രോട്ടീനിനെ കുറിച്ച് കൂടുതൽ ഇൻ ഡീറ്റെയിൽ നോക്കി പഠിക്കാൻ പോവാണ്. My name is Divya Sahadevan and this video is a CG segment video. This video is slightly level 2 range video because you CG start comfortable then this video skip because it will become a little bit too overwhelming, complicated and in the channel where a beginner level videos ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ CGM journey കുറച്ച് നല്ല comfortable ആയി എല്ലാം കുറച്ച് നന്നായി പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു നെക്സ്റ്റ് ഇനി കുറച്ചും കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും റെഡി ആവുമ്പോൾ check out this video. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മോയ്സ്ചർ, എന്താണ് പ്രോട്ടീൻ, ഏതാണ് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത്, എങ്ങനെയാ മനസ്സിലാവുക നമ്മുടെ മുടിക്ക് എന്താ ആവശ്യമുള്ളത്, പിന്നെ എങ്ങനെയാണ് ഈ രണ്ടെണ്ണത്തിനും നമുക്ക് മുടിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുക. സോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണും. പിന്നെ അതല്ലാണ്ട് നമ്മുടെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് DIY ട്രീറ്റ്മെൻറ്റ്സ്, വേറെ സ്റ്റോർ ബോട്ട് ട്രീറ്റ്മെൻറ്റ്സ്, പ്രോട്ടീൻ മോയ്സ്ചറിൻ്റെ സ്റ്റോർ ബോട്ട് ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനെ കുറേ അധികം ഇൻഫർമേഷൻ ഉണ്ട് ഈ വീഡിയോയിൽ. സോ മേക്ക് ഷുവർ യു ഗെറ്റ് കംഫർട്ടബിൾ, ഗെറ്റ് റെഡി. Let's start. So ആദ്യം നമുക്ക് നമ്മുടെ മോയ്സ്ചറിനെ നോക്കാം. മോയ്സ്ചർ ഓൾറെഡി നമുക്ക് നന്നായിട്ട് അറിയാം എന്താണ് മോയ്സ്ചർ. നമ്മുടെ ചുരുണ്ട മുടി ഓൾറെഡി കുറച്ച് ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ ചുരുണ്ട മുടിക്ക് കുറച്ച് എക്സ്ട്രാ മോയ്സ്ചർ ആവശ്യമുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ ഉണ്ട് കോൾഡ് സീബം. ഈ സീബം ചുരുണ്ട മുടിയിൽ എൻഡ്സ് വരെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതാണ് ചുരുണ്ട മുടി കുറച്ചും കൂടെ സ്ട്രേറ്റ് ഹെയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ. അത് കാരണമാണ് ചുരുണ്ട മുടിക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ മോയ്സ്ചറിന്റെ ആവശ്യമുള്ളത്. ഇനി എങ്ങനെയാ മനസ്സിലാവാൻ നമ്മുടെ മുടിക്ക് മോയ്സ്ചർ ആണ് ആവശ്യമുള്ളത്, അതെങ്ങനെയാ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? സോ ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ മിക്കവരും CGM സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ പറയാറുള്ള ഒരു കാര്യമാണ് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര ഫ്രിസി ആണ്, ഭയങ്കര ഡള്ളാണ്. ഇതൊക്കെ നമുക്ക് മോയ്സ്ചർ കുറവായതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് ആണ്. ഈ ഡ്രൈനെസ്, ഫ്രിസിനെസ്, ഡൾനെസ് ഇതൊക്കെ മോയ്സ്ചർ കുറവായ കാരണമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ നമ്മുടെ മുടിക്ക് മോയ്സ്ചർ ആണ് ആവശ്യമുള്ളത്. ഇനി ഈ മോയ്സ്ചർ എങ്ങനെ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ഒന്നിങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് DIY ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് സ്റ്റോർ ബോട്ട് ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു DIY ട്രീറ്റ്മെന്റ് ആണ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ സാധാരണ കാച്ചിയ എണ്ണ കുറച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് നന്നായി നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അതാണ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്. പിന്നെ ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്ക് ആണ് അലോവേര ജെൽ ആൻഡ് ഹണി ഇട്ടുള്ള ഒരു പാക്ക്. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവർക്കും ഒരു അലോവേര പ്ലാന്റ്, ഒരു ചെറിയ ഗാർഡൻ അറ്റ്ലീസ്റ്റ് ഉണ്ട് ആണെങ്കിൽ ഒരു അലോവേര പ്ലാന്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ അലോവേര ജെൽ, നാച്ചുറൽ അലോവേര ജെൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. അപ്പോൾ അലോവേര ജെൽ പ്ലസ് ഹണി നന്നായിട്ടൊന്ന് അടിച്ച് അതൊരു DC പോലെ നമ്മുടെ മുടിയിൽ പറ്റുക. ദാറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ മോയ്സ്ചർ ഇൻ യുവർ ഹെയർ. ഇനിയിപ്പോൾ DIY അല്ലെങ്കിൽ പ്രോഡക്ട്സ് നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ പ്രോഡക്ട്സ് ബേസിക്കലി എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഇതൊരു മോയ്സ്ചറൈസിങ് പ്രോഡക്റ്റ് ആണെന്ന്? അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ്ലി ഈ ലേബിൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. സോ ബേസിക്കലി ഇങ്ങനത്തെ ഓരോ ടേംസ് ഉണ്ടാവും: ഹൈഡ്രേറ്റിംഗ്, മോയ്സ്ചറൈസിങ്, ഫ്രിസ് കൺട്രോൾ. ഇതൊക്കെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ദാറ്റ് ദിസ് പ്രോഡക്റ്റ് ഇസ് എ മോയ്സ്ചറൈസിങ് പ്രോഡക്റ്റ്. ഓഫ് കോഴ്സ് ലേബിൾ നമുക്ക് അത്രേ മനസ്സിലാവുള്ളൂ. പക്ഷെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ഓയിൽസ് എന്ന് പറയുമ്പോൾ കുറേ തരത്തിലുള്ള ഓയിൽ ഉണ്ട്. കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ ഓയിൽ, അവക്കാഡോ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ, അങ്ങനെ ഒരുപാട് ഓയിൽസ് ഉണ്ട്. ഇതൊക്കെ ഒരു മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻറ്റിലാണ് നമ്മൾ പെടുത്തുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആക്ച്വലി ഈ ലേബിളൊക്കെ വായിച്ച് കുറച്ച് ഫെമിലിയർ ആകുമ്പോൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇൻ ജനറൽ ഇങ്ങനത്തെ ഓയിൽസ് ആൻഡ് ഓൾ ഫോൾ വിത്തിൻ ദ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വായിക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് ഇൻഗ്രീഡിയൻസ് മേലെന്ന് ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ടോപ്പ് ഇൻഗ്രീഡിയൻസ് ഇങ്ങനത്തെ ഓയിൽസും ബട്ടേഴ്സും ഒക്കെ ആകുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് എ മോയ്സ്ചറൈസിങ് പ്രോഡക്റ്റ്. പെട്ടെന്ന് മോയ്സ്ചറൈസിങ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഷിയ ബട്ടറിൻ്റെ മാനുക്ക ഹണിയുടെ ഒരു DC ഉണ്ട്.
അതായിരുന്നു ആക്ച്വലി എൻ്റെ ഗോ ടു ഹൈഡ്രേഷൻ ഡീപ്പ് കണ്ടീഷണർ പാക്ക്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇറ്റ്സ് ഓവർ. പക്ഷേ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് അതായിരുന്നു ആക്ച്വലി എൻ്റെ മെയിൻ മോയ്സ്ചർ ട്രീറ്റ്മെന്റ്. ഇനി ഓഫ് കോഴ്സ് നമ്മൾ കേളി ഹെയറിന് മോയ്സ്ചർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ഏത് കാര്യവും അതിൻ്റെ ആവശ്യത്തിനായിട്ടും കൂടുതൽ ചെയ്താൽ അത് നല്ലതല്ല. സോ നമ്മൾ അധികം മോയ്സ്ചർ ചെയ്യാൻ കൊടുത്ത് എല്ലാ ദിവസവും ഭയങ്കര ഇൻറ്റൻസീവ് മോയ്സ്ചർ ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഹൈഡ്രൽ ഫെറ്റീഗ്. ഹൈഡ്രൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഓവർ മോയ്സ്ചറൈസ്ഡ് ആയി. അപ്പൊ ഈ ഓവർ മോയ്സ്ചറൈസ് ആവുമ്പോൾ എന്ത് പറ്റും? മുടി ആകെ ഒരു ലിംപ് ആവും. ഇറ്റ് ബിക്കം വെരി സോഫ്റ്റ് ആൻഡ് മഷി. ആകെ ഒരു ലൈഫ് ഇല്ലാത്ത പോലെ അത് അങ്ങനെ തളർന്ന് കിടക്കുക. അപ്പൊ ആ ഒരു ഏരിയയിലേക്കും നമുക്ക് പോകണ്ട. വി വോണ്ട് ടു ബി ഇൻ ദ ഹെൽത്തി മോയ്സ്ചറൈസ്ഡ് സോൺ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ്സും പ്രോഡക്ട്സും പ്രോട്ടീൻ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈഡ്രൽ ഫെറ്റീഗിന്റെ ഒരു സിറ്റുവേഷനിൽ എത്താന്ന് പറയുകയാണെങ്കിൽ, ഇതിപ്പോ ഒരു സിംഗിൾ ഒരു ട്രീറ്റ്മെന്റിന്റെയോ ഒരു പ്രോഡക്റ്റിന്റെയോ റിസൾട്ട് ആവണമെന്നില്ല. ഇറ്റ് മേ ബി ബിക്കോസ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരുപാട് മോയ്സ്ചറൈസിങ് ട്രീറ്റ്മെന്റ്സ് ചെയ്തു. ഇപ്പൊ നിങ്ങളൊരു DC എടുത്തു, ഭയങ്കര സ്ട്രോങ് ഹൈഡ്രേറ്റിംഗ് DC. അതുമേ എഴുതിയേക്കുന്നത് 20 മിനിറ്റ്സ് വെക്കാനാണ്. പക്ഷെ നമ്മൾ ഇത്തിരി എക്സ്ട്രാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു 40 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ നമുക്ക് ചെയ്യണത് ട്രീറ്റ്മെന്റ്സ്, മേക്ക് ഷുവർ യു ഡു എ ബാലൻസ്ഡ് ട്രീറ്റ്മെന്റ്. അഗൈൻ ഇതിനെ കുറിച്ച് നമ്മൾ ഇനിയും ഈ വീഡിയോയിൽ സംസാരിക്കാം, ഹൗ ടു ബാലൻസ് യുവർ ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രോട്ടീനെ പരിചയപ്പെടാം. അപ്പോൾ എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ ബേസിക്കലി നമ്മുടെ മുടീൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയേക്കുന്നത് ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ്, കോൾഡ് കെരറ്റിൻ. കെരറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈബ്രസ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മൾ ഈ നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് അല്ലെങ്കിൽ ബയോട്ടിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ദാറ്റ് റിസൾട്ട്സ് ഇൻ നമ്മുടെ മുടിയുടെ ഒന്നും കൂടെ പ്രൊമോട്ട്സ് ഹെൽത്തി ഹെയർ ഗ്രോത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് യുവർ ഹെയർ. അതായിരിക്കും നിങ്ങളിപ്പോൾ പുറത്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് ഈ ബയോട്ടിൻ ടാബ്ലറ്റ്സ്. ഞാനിത് പ്രൊമോട്ട് ചെയ്യാല്ല കേട്ടോ. ഐ ഡോണ്ട് ടേക്ക് എനി സപ്ലിമെന്റ്സ് ഫോർ മൈ ഹെയർ ഓർ എനി അതർ വിറ്റമിൻ സപ്ലിമെന്റ്സ്. പക്ഷെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രോഡക്ട്സ് വിച്ച് പ്രോമിസ് ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് ഹെയർ ഗ്രോത്ത്, ആൻഡ് ദീസ് ആർ ഓൾ ബേസിക്കലി പ്രോട്ടീൻ ടാബ്ലറ്റ്സ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ മുടിക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന്? അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മുടി ഹൈ പൊറോസിറ്റി ഹെയർ ആണെങ്കിൽ മോസ്റ്റ്ലി യോർ ഹെയർ ലവ്സ് പ്രോട്ടീൻ. അപ്പൊ ഹൈ പൊറോസിറ്റി ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ക്യൂട്ടിക്കൽസ് ഇത്തിരി ഇങ്ങനെ റേസ്ഡ് ആണ്. നമ്മുടെ ഹെയർ ഷാഫ്റ്റിന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഗ്യാപ്സിലൊക്കെ പോയി ഫില്ലായിട്ട് നല്ലൊരു സ്ട്രെങ്ത്തും അതിങ്ങനെ പൊട്ടാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഹൈ പൊറോസിറ്റി ഹെയർ ജനറലി കുറച്ച് അധികം കെമിക്കലി ട്രീറ്റഡ് ഹെയർ അല്ലെങ്കിൽ ഇത്തിരി അധികം ഡാമേജ്ഡ് ഹെയർ ജനറലി ഫോൾസ് ഇൻ ദ ഹൈ പൊറോസിറ്റി ഹെയർ. പക്ഷെ ലോ പൊറോസിറ്റി ഹെയറിന് പ്രോട്ടീൻ ആവശ്യമില്ല എന്നല്ല, ബട്ട് ഹൈ പൊറോസിറ്റി ഹെയർ വിൽ റെസ്പോണ്ട് വെരി വെരി വെൽ ടു പ്രോട്ടീൻ. പിന്നെ ഒരു കേസ് ഉള്ളത് നമ്മുടെ ഈ ഹൈഡ്രൽ ഫെറ്റീഗിനെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. ഇപ്പൊ നിങ്ങളുടെ മുടി ഭയങ്കര ലിംപ് ആൻഡ് ലൈഫ്ലെസ്, ആകെ ഒരു തളർന്ന് കിടക്കണ ഒരു മുടിയാണെങ്കിൽ ദാറ്റ് ഹെയർ നീഡ്സ് പ്രോട്ടീൻ. സോ പ്രോട്ടീൻ ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന് ശരിക്കും അതൊരു നല്ലൊരു ലൈഫ് തരും. ശരിക്കും നല്ലൊരു ബൗൺസും കേൾസ് ഒക്കെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് വരും. ശരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ആ മുടി തൊടുമ്പോൾ തന്നെ ഹെയർ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആൻഡ് ആ സ്ട്രാൻഡ്സ് ഒക്കെ ശരിക്കും നമുക്ക് നമ്മുടെ വിരലിന്റെ ഇടയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഓവർ മോയ്സ്ചറൈസ്ഡ് ഹെയർ ആണെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ് ആവും ആൻഡ് യു വിൽ നോട്ട് ഫീൽ ദാറ്റ് സ്ട്രെങ്ത് ഓഫ് യുവർ ഹെയർ. അത് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് യു വിൽ ബി ഏബിൾ ടു ഫീൽ ഇറ്റ് യുവർ സെൽഫ്. അപ്പൊ അതൊരു ഇൻഡിക്കേഷൻ ആണ്. ഇഫ് യുവർ ഹെയർ ഇസ് ഫ്ലാറ്റ്, ലിംപ്, നിങ്ങളുടെ കേൾസ് ഇങ്ങനെ ഭയങ്കര ഇലോങ്കേറ്റഡ് ആണെങ്കിൽ that is also an indication that your hair needs protein. ഇപ്പോൾ സാധാരണ ഈ CGM മെത്തേഡ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് മോയ്സ്ചർ ഡിസീസും മോയ്സ്ചറൈസിങ് ഒക്കെ ചെയ്യും. പിന്നെ ഒരുപാട് ഫസ്റ്റ് ഫ്യൂ വാഷസ് വളരെ നല്ല റിസൾട്ട് തരും. പിന്നെ സ്ലോലി യു വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് പണ്ടത്തെ പോലെ മുടി ഒരു ബൗൺസ് ഇല്ല, മുടിയൊക്കെ ഇത്തിരി കേൾസ് ഒക്കെ ഇങ്ങനെ ഇത്തിരി ഇലോങ്കേറ്റഡ് ആയി, ആ ഒരു ഹെൽത്തി ലുക്ക് ഇല്ല. അതെന്തുകൊണ്ടാണെങ്കിൽ ബിക്കോസ് യുവർ ഹെയർ നീഡ്സ് എ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്. അതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. പിന്നെ ഒരു കാര്യമുള്ളത്, മുടിയിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. സോ നിങ്ങളുടെ മുടി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇടയിൽ ഇങ്ങനെ പൊട്ടി പോവുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം ഉണ്ടാവുക. സോ ദാറ്റ് ഇസ് ഓൾസോ വൺ പോയിന്റ് ടു കൺസിഡർ. ഇനി എന്താണ് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ്? പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഉള്ളതാണ് ഈ ജെലറ്റിൻ ട്രീറ്റ്മെന്റ്. ജെലറ്റിൻ ട്രീറ്റ്മെന്റ് ഇത് ഇത്തിരി കൂടെ ഒരു സ്ട്രോങ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലെ ജെലറ്റിൻ പൗഡർ ഉണ്ട്.
അത് ഇത്തിരി ചൂടുവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അതിൽ കുറച്ച് നമ്മൾ കണ്ടീഷണർ ആഡ് ചെയ്ത് ഒരു DC പോലെ ആക്കിയിട്ട് നമ്മളുടെ മുടിയിൽ പരട്ടി വെക്കുക. പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ഫോളോ ചെയ്യണം. പ്രോട്ടീൻ ഓവർഡു ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ലൈക്ക് മോയ്സ്ചർ. പക്ഷെ പ്രോട്ടീൻ ഓവർഡോസ് ചെയ്താൽ മോയ്സ്ചറിനകത്ത് ഇത്തിരി പാടാണ് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ബട്ട് യു നീഡ് ടു ബി എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. ഇത്രയും കൂടെ ഒരു സ്കെയിൽ ഡൗൺ ട്രീറ്റ്മെന്റ് ആണ് റൈസ് വാട്ടർ റിൻസ്. റൈസ് വാട്ടർ റിൻസ് ഒന്നല്ല, നമ്മുടെ വീട്ടിലത്തെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം വെച്ച് മുടി ഒന്ന് കഴുകുക. അപ്പൊ നമ്മുടെ വീട്ടിൽ അരി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഊറിയെടുക്കണ ആ വെള്ളം വെച്ച് അത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു 2/3 കപ്പ് റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിൽ അതിൽ 1/3 നമ്മുടെ സാധാരണ ഫിൽറ്റേർഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മളുടെ മുടി ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റൈസ് വാട്ടർ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുക. നന്നായി സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്യുക, മുടിയിട്ടൊന്ന് സ്ക്രഞ്ച് ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം മുടീൻ്റെ ഉള്ളിക്കോടെ ഇതിങ്ങനെ റിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് എന്നിട്ട് സാധാരണ പ്ലെയിൻ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയുക. ആൻഡ് ഫോളോ ഇറ്റ് അപ്പ് വിത്ത് യുവർ കണ്ടീഷണർ ആൻഡ് സ്റ്റൈലിംഗ്. അപ്പോൾ ഇതാണ് റൈസ് വാട്ടർ റിൻസ്. ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യണത് റൈസ് വാട്ടർ റിൻസ് ആണ് ദാൻ ജെലറ്റിൻ ട്രീറ്റ്മെന്റ്. ഞാൻ ജെലറ്റിൻ ട്രീറ്റ്മെന്റ് ആകെ 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. പക്ഷേ റൈസ് വാട്ടർ ഐ ഫെൽറ്റ് ഇസ് നോട്ട് ടു സ്ട്രോങ്. ഇത്തിരി കൂടെ മൈൽഡയർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്, വിച്ച് വാസ് ഓൾ ദാറ്റ് ഐ നീഡ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് മേത്തി ഹെയർ പാക്ക്. മേത്തി ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ രാത്രി കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് രാവിലെ അതൊന്ന് അരച്ച് DC ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. സോ അതും വളരെ നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. നല്ലൊരു ഷൈനും ഒരു ബൗൺസ് ഒക്കെ കിട്ടും മേത്തി ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ. ഇനി ഇതൊന്നും വീട്ടിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ സ്റ്റോർ ബോട്ട് പ്രോഡക്ട്സ് ഉണ്ട്. സ്റ്റോർ ബോട്ട് ഒരു റേഞ്ച് ഉള്ളത് ഫിക്സ് മൈ കേൾസിന്റെ പ്രോട്ടീൻ ബണ്ടിലാണ്. ഇറ്റ് ഹാസ് എ വെരി വെരി ഗുഡ് amount ഓഫ് പ്രോട്ടീൻ. നല്ല പൊട്ടൻറ്റ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. ഇവരുടെ ഷാംപൂ, കണ്ടീഷണർ, DC അങ്ങനെ ഒരു റേഞ്ച് തന്നെ ഉണ്ട്. ലീവിൻ ആൻഡ് ജെൽ എല്ലാം പ്രോട്ടീൻ ഉള്ള പ്രോഡക്ട്സ്. പിന്നെ ഉള്ളതാണ് ഷിയ മോയ്സ്ചറിന്റെ ഒരു ബാംബു എക്സ്ട്രാക്റ്റിന്റെ ഒരു DC ഉണ്ട്. ഇതും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ മോയ്സ്ചർ പോലെ തന്നെ നമുക്ക് ഈ പ്രോട്ടീൻ പ്രോഡക്ട്സും വളരെ ഈസി ആയിട്ട് ലേബിളിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സാധാരണ ഉപയോഗിക്കുന്ന ടേംസ് പറഞ്ഞാൽ സ്ട്രെങ്തനിങ്, റിപ്പയറിംഗ്, റീകൺസ്ട്രക്റ്റിംഗ്, റീബോണ്ടിങ്, ഇതൊക്കെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ സ്പെസിഫിക്കലി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് ഹൈഡ്രോളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ, ഹൈഡ്രോളൈസ്ഡ് കെരറ്റിൻ, അമിനോ ആസിഡ്സ്, കൊളാജൻ, അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് വിച്ച് ഫോൾ അണ്ടർ പ്രോട്ടീൻ ഇൻഗ്രീഡിയൻസ്. അഗൈൻ നിങ്ങൾ ഇത് വായിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്തിരി ഫെമിലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും ഏതാണ് പ്രോട്ടീൻ, ഏതാണ് മോയ്സ്ചർ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു കാര്യം ഇവിടെ വാൺ ചെയ്യട്ടെ, ഞാനിവിടെ കെരറ്റിൻ പറഞ്ഞ കാരണം നമ്മൾ ഈ പാർലറിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്യണത് ഒരു കാര്യമാണ് കെരറ്റിൻ ട്രീറ്റ്മെന്റ്. അപ്പോൾ കെരറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ CGMലത്തെ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അല്ല, ഇറ്റ് ഈസ് എ കെമിക്കൽ ട്രീറ്റ്മെന്റ്. സോ അതിന് ജസ്റ്റ് ബി എ ലിറ്റിൽ കോഷ്യസ്. അത് ചെയ്താൽ ശരിക്കും ഒരു സിമിലർ ടു ഒരു സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് എഫക്റ്റ് ആണ്. സോ ഡോണ്ട് ഗോ ഫോർ എ കെരറ്റിൻ ട്രീറ്റ്മെന്റ് ഇൻ എ പാർലർ. അപ്പൊ ഈ പ്രോട്ടീൻ നമ്മൾ അധികം ചെയ്താൽ എന്താവും? പ്രോട്ടീൻ ഓവർലോഡ് ആവും. അപ്പൊ അതിന്റെ സൈൻസ് എന്താന്ന് വെച്ചാൽ ഭയങ്കര ഡ്രഫ് ആവാ, ഭയങ്കര ഡ്രൈ ആവാ, മുടി വീണ്ടും പൊട്ടി പോവാ. അപ്പോൾ പ്രോട്ടീൻ അധികമായാലും കുറവായാലും ഇറ്റ് ലീഡ്സ് ടു ബ്രേക്കിംഗ് ഓഫ് ഹെയർ. സോ ബി എ ലിറ്റിൽ കോഷ്യസ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ. ഇപ്പൊ നിങ്ങൾ ഈ പ്രോട്ടീൻ ഓവർലോഡിന്റെ ഒരു കണ്ടീഷനിൽ എത്താണെങ്കിൽ പേടിക്കേണ്ട. വാട്ട് യു നീഡ് ടു ഡു ഇസ് നന്നായി ഓയിൽ വെച്ചിട്ട് പ്രീപൂ ചെയ്യുക. പിന്നെ സൾഫേറ്റ് ഷാംപൂ വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യുക കംപ്ലീറ്റ്ലി. അപ്പോൾ എക്സ്ട്രാ പ്രോട്ടീൻ ഒക്കെ വാഷ് ആയിട്ടായി പോവും. പിന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് DC വെച്ചിട്ട് ഹീറ്റ് വെച്ചിട്ട് DC ചെയ്യുക. ആൻഡ് യൂസ് മോയ്സ്ചറൈസിങ് പ്രോഡക്ട്സ് ഫോർ യുവർ സ്റ്റൈലേഴ്സ്, ലീവിനും ജെല്ലും. പിന്നെ സബ്സിക്വൻറ്റ് 2-3 വാഷ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും ഫോർ ഇറ്റ് ടു കംപ്ലീറ്റ്ലി കം ബാക്ക് ടു ദാറ്റ് ബാലൻസ്. പക്ഷെ ഇങ്ങനെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാം വെർ യു ആർ യൂസിങ് മോർ മോയ്സ്ചറൈസിങ് ആൻഡ് ലെസ് ഓഫ് പ്രോട്ടീൻ പ്രോഡക്ട്സ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കി വാട്ട് ഈസ് മോയ്സ്ചർ, വാട്ട് ഈസ് പ്രോട്ടീൻ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ ദാറ്റ് യു ആർ ബാലൻസിങ് ദ പ്രോട്ടീൻ ആൻഡ് ദ മോയ്സ്ചർ. ഫസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ pick products which have a balance of protein and moisture. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മുടിക്ക് പ്രോട്ടീൻ ആണോ ആവശ്യം, മോയ്സ്ചർ ആണോ ആവശ്യം. സോ പിക്ക് എ പ്രോഡക്റ്റ് വിച്ച് ഹാസ് എ ബാലൻസ് ഓഫ് ബോത്ത്. സോ ബി എ ലിറ്റിൽ ബിറ്റ് മൈൻഡ്ഫുൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് പ്ലാൻ യുവർ വാഷ് ഡേ. അപ്പോൾ നിങ്ങളുടെ വാഷ് ഡേ റൂട്ടീൻ നോക്കുമ്പോൾ ഷാംപൂ, കണ്ടീഷണർ, ലീവ്-ഇൻ, ജെൽ, DC അങ്ങനെ നിങ്ങളുടെ ഒരു വാഷ് ഡേ റൂട്ടീൻ നോക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇത്തിരി പ്രോട്ടീൻ ഉപയോഗിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ യു ബാലൻസ് ഇറ്റ് ഔട്ട് വിത്ത് മോയ്സ്ചർ.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു റൈസ് വാട്ടർ റിൻസ് ഒരു പ്രോട്ടീൻ റിൻസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷണർ മേക്ക് ഷുവർ യു യൂസ് എ നൈസ് മോയ്സ്ചറൈസിങ് കണ്ടീഷണർ ആൻഡ് നോട്ട് എ പ്രോട്ടീൻ ബേസ്ഡ് കണ്ടീഷണർ. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ബാലൻസിങ് ചെയ്യുക യൂസിങ് നിങ്ങളുടെ വാഷ് ഡേ റൂട്ടീൻ്റെ. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഇഫ് യു ആർ വെരി കൺഫ്യൂസ്ഡ്, ഞാൻ പറയുകയാണെങ്കിൽ വെൻ ഇൻ ഡൗട്ട് ഡു എ മോയ്സ്ചറൈസിങ് ട്രീറ്റ്മെന്റ്. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഡു എ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്. അതിപ്പോൾ ഒരു റൈസ് വാട്ടർ റിൻസ് ആയാലും മതി. ബട്ട് ഡു ഇറ്റ് മേ ബി ലൈക്ക് ജസ്റ്റ് വൺസ് എ മന്ത് ആൻഡ് സീ അതിൻ്റെ റിസൾട്ട് എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഓ ഓക്കെ ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് യുവർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്. ആൻഡ് നെക്സ്റ്റ് ടൈം യു ഫീൽ യുവർ ഹെയർ ഇസ് ബിക്കമിങ് ഭയങ്കര ലിംപായിട്ട് തോന്നുകയാണെങ്കിൽ യു കെൻ ഇമീഡിയറ്റ്ലി ഡു എ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സ്റ്റിക്ക് ഓൺ ടു ലൈക്ക് ദിസ് മിഡ് ബാലൻസ് ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ നമ്മൾ ഈ അധികം എക്സ്ട്രീം മോയ്സ്ചർ ചെയ്യാണ്ടും എക്സ്ട്രീം പ്രോട്ടീനും ചെയ്യാണ്ട്. ഇപ്പൊ നിങ്ങൾ ഓയിൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഡു എ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്. പക്ഷെ ഓവർനൈറ്റ് തലയിൽ ഓയിൽ വെക്കണ്ട, മനസ്സിലാവണില്ലേ? സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഓയിൽ ചെയ്യാം, പക്ഷെ ഡോണ്ട് കീപ് ഇറ്റ് ഫോർ ടു മച്ച് ടൈം. സോ അപ്പോഴാണ് അത് ഓവർ മോയ്സ്ചറൈസ് ആവുക. അല്ലെങ്കിൽ പ്രോട്ടീൻ ചെയ്യാൻ ഇഷ്ടമാണ് ബട്ട് ഡോണ്ട് ഡു എ ജെലറ്റിൻ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലായി തുടങ്ങിയിട്ടില്ലെങ്കിൽ, സി വൺസ് നമുക്ക് നമ്മുടെ മുടിയൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് ഈ എക്സ്ട്രീം ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. ആക്ച്വലി നമ്മുടെ ഇനീഷ്യൽ ഡേയ്സിനാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുടീനെ നല്ല ഫെമിലിയർ ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റൻസ് മോയ്സ്ചറിന്റെ ആവശ്യം ഉണ്ടാവും. So you can do an intensive moisture treatment. പക്ഷെ ഇനീഷ്യൽ ഡേയ്സിൽ when you're not understanding moisture and protein the difference, stay away from these extreme treatments. അപ്പൊ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് ഞാൻ നിങ്ങളുടെ പ്രോട്ടീനും മോയ്സ്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ ഇത്രയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം ഈ വീഡിയോയിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ആൻഡ് അതൊക്കെ ഞാനൊരു കണ്ടൻസ്ഡ് ക്യാപ്സ്യൂൾ ഫോർമാറ്റിലാണ് ഇപ്പോൾ ഇവിടെ തന്നേക്കുന്നത്. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ലീവ് മീ എ കോമെന്റ് ബിലോ. ഞാൻ എത്ര എനിക്ക് പറ്റുന്ന ഐ വിൽ റെസ്പോണ്ട് ടു യുവർ ക്വസ്റ്റ്യൻസ് ഹിയർ. അല്ലെങ്കിൽ യു ക്യാൻ ഇവൻ റീച്ച് ഔട്ട് ടു മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അവിടെ എനിക്ക് DM ചെയ്താൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും DMs ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് DIY ട്രീറ്റ്മെന്റ്സ് ലൈക്ക് റൈസ് വാട്ടർ റിൻസ്, ജെലറ്റിൻ ട്രീറ്റ്മെന്റ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ അത്ര ഡീറ്റെയിലിൽ ഇപ്പം ഇതിൽ പോയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊന്നും തന്നിട്ടില്ല. ബിക്കോസ് എനിക്കറിയില്ല ആക്ച്വലി ഹൗ മെനി ഓഫ് യു ഓൾ വുഡ് വാണ്ട് ടു ട്രൈ ഇറ്റ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരും. ഞാൻ അതിന് സ്പെസിഫിക് ആയിട്ട് അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഡു ഷെയർ ഇറ്റ് വിത്ത് അതർ കേർലി ഗേൾസ്, അല്ലെങ്കിൽ കേർലി ഗൈസ് ആയാലും please do share it with your curlies. If you like this video, give it a thumbs up. Make sure you subscribe to my channel. I'll see you again next week with a new video. Till then, take care. It's me, Divi, signing out. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ you spend a lot of ഇപ്പോൾ നിങ്ങൾ